രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കിട്ടാതെ LDF അത് കൊള്ളാം. ഇതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടിടങ്ങളിൽ LDFന്റെ സ്ഥാനാർത്ഥികളില്ല. ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച നടക്കുക, ഒരൊറ്റ ദിവസമേ ബാക്കിയുള്ളൂ. താനൂരിൽ നമ്മുടെ വി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ മത്സരിച്ച മണ്ഡലത്തിൽ ലീഗ് നേതാവിനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ പാളിയതോടെയാണ് പ്രതിസന്ധി. താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാനെ മാറ്റിയതിൽ CPM-ലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. നാഷണൽ ലീഗിന് നൽകിയ വള്ളിക്കുന്നിലും പ്രതിസന്ധി തുടരുകയാണ്. ആരെയും കിട്ടിയില്ലെങ്കിൽ ജനറൽ സെക്രട്ടറി നാസർ കോയ തങ്ങളെ പരിഗണിച്ചേക്കുമെന്നറിയുന്നു. മങ്കടയിൽ നിലവിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി MP അലവിയെ മാറ്റി ലീഗ് വിമതനെ പിന്തുണയ്ക്കാനാണ് ആലോചന. മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് ഇന്ന് സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കും. സോണൽ കൃഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ കൃഷ, രണ്ടിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിലൊന്ന് താനൂര്, മറ്റൊന്ന് മങ്കട, പിന്നൊന്ന് വള്ളിക്കുന്നാണ്. അവിടെയും സ്ഥാനാർത്ഥിയായിട്ടില്ല. കാസർഗോഡ് ഇന്നലെ പാടൂരിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കരമനെ സുധീറിനെയും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഇനി മൂന്ന് മണ്ഡലങ്ങളിലാണ് പ്രതിസന്ധിയുള്ളത്. അതിലൊന്ന് വള്ളിക്കുന്ന്, ഒന്ന് മങ്കട, ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ താനൂര്. എന്താണ് താനൂരിൽ സംഭവിക്കുന്നത്? എന്താണ് മങ്കടയിൽ സാധ്യത? ഇന്നത്തേക്കെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക വരുമോ? അരുൺകുമാർ, ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി ഈ മൂന്നിടങ്ങളിലെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് LDF നേതൃത്വം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. താനൂരിൽ നമുക്കറിയാം വി അബ്ദുറഹ്മാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് താനൂരാണ്. പക്ഷേ പിന്നീട് സമ്മർദ്ദത്തിന് വഴങ്ങി പിന്നീട് പാർട്ടി അദ്ദേഹത്തെ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ തന്നെ താനൂരിലെ പ്രവർത്തകർക്കും അണികൾക്കും ഇടയിൽ വലിയൊരു അതൃപ്തി അവിടെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ആര് മത്സരിക്കും LDF-ൽ ഇനി അവിടെ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം UDF-ൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, MSF-ന്റെ PK നവാസ. അതിനെ എതിരിടാൻ തക്കവണ്ണം ഒരു നല്ലൊരു സ്ഥാനാർത്ഥി LDF-ന് വന്നാൽ മാത്രമേ കഴിഞ്ഞ തവണ LDF-നോട് ചേർത്ത് വെച്ച താനൂര് ഇത്തവണയും പിടിക്കാൻ കഴിയൂ എന്നൊരു ആശങ്ക LDF-ന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലതവണ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇത്തരത്തിൽ കൊണ്ടുവരാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ പാളുന്ന കാഴ്ചയാണ് നമുക്ക് താനൂരിൽ കാണാൻ കഴിഞ്ഞത്. വള്ളിക്കുന്നിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആ വള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഒരു അഡ്വക്കേറ്റുമായി സംസാരം ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. ILനുമായി ചർച്ച നടത്തിയ LDF അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ, ഒരു പക്ഷേ അദ്ദേഹം സമ്മതം മൂളിയിട്ടില്ലെങ്കിൽ ജനറൽ സെക്രട്ടറി തന്നെ മത്സരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മങ്കടയെ സംബന്ധിച്ച് അലവിയാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള LDF സ്ഥാനാർത്ഥി. പക്ഷേ അലവിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് അവിടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന, മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടിയായിരുന്ന കുന്നത്ത് മുഹമ്മദ് ഇന്ന് സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. കാരണം മഞ്ഞളാംകുഴി അലി നിരവധി തവണ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ രംഗത്തെത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഈ കുന്നത്ത് മുഹമ്മദ്. അങ്ങനെയാണ് മുസ്ലിം ലീഗിൽ നിന്ന് കുന്നത്ത് മുഹമ്മദിനെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒടുവിൽ ഇതാ LDF സ്ഥാനാർത്ഥിയായിട്ട് കുന്നത്ത് മുഹമ്മദ് ഇന്ന് മങ്കടയിൽ എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും താനൂരിനെ സംബന്ധിച്ചും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആരെ മത്സരിപ്പിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തായാലും ഇന്ന് മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ താനൂരിൽ ചേരുന്നുണ്ട്. ഒരു പേരിലേക്ക് ഇന്ന് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ജയനിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. സോണൽ കൃഷയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു സോണൽ. അപ്പോൾ ഇന്ന് 10-11 മണിയോടുകൂടി LDF സ്ഥാനാർത്ഥികളെ അറിയാൻ പറ്റും. താനൂരിലെ അനിശ്ചിതത്വം വന്നത് താനൂരിൽ നിന്ന് തിരൂരിലേക്ക് വി അബ്ദുറഹ്മാൻ മാറിയ സാഹചര്യത്തിലാണ്. മങ്കടയിൽ നേരത്തെ അലവിയെ തീരുമാനിച്ചിരുന്നു, ഇപ്പോൾ അലവി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുന്നത്ത് മുഹമ്മദ് ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തെളിയുന്നു. വള്ളിക്കുന്നിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പല സ്ഥാനാർത്ഥികളെയും തിരയുന്നുണ്ട് ഇടതുപക്ഷം.